അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം. ராத்திரி பாட்டு கவுடி பை ரொமாண்டிக்கான ரகசிய மாறுட்ட போட்டு கருத்துல 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 ஒண்ணு வாய் மூடிய வாயம் பொழுத வெங்காசில வெங்கடோன இருந்தாலும் கண்ண உன்னை பார்த்தா கலரா மாறுது சிறு சிறு காதல் சேருது அவ பேசு கடலா அவ ஷேடு அவ തട്ടുകട ഭക്ഷണം ഒരു രക്ഷയില്ലാത്ത സാധനം. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാലയത്തിൻ്റെ മുമ്പിലാണ്. ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജ് അഥവാ MG കോളേജ് എന്ന് പറയുന്നൊരു സ്ഥലം. ഒരുപാട് പ്രതിഭകൾ പഠിച്ചിറങ്ങിയ, ഒരുപാട് പ്രതിഭകൾ പഠിപ്പിച്ച, ഒരുപാട് പ്രതിഭകൾ ഇപ്പോഴും പഠിക്കുന്ന നഗരത്തിലെ, തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജാണ് MG കോളേജ്. പരുത്തിപ്പാറ കേശവദാസപുരത്താണ്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വൈകുന്നേര സമയം, ഇപ്പോൾ രാത്രി ഏതാണ്ട് ഒരു 7-8 മണി സമയമായി, ഈ സമയത്ത് നമ്മുടെ MG കോളേജിൻ്റെ ഈ ഫുട്പാത്തിലൂടെ, ഇപ്പുറത്തെ റോഡിൻ്റെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തട്ടുകടയിലെ ഭക്ഷണം ഇഷ്ടമുള്ള മലയാളിക്ക് കൊതി തീരെ കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്ന് തട്ടുകടയിലെ ഭക്ഷണമാണേ പറയാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ വൈകുന്നേരങ്ങളിലെ തട്ടുകടയിലെ ഒരു ബ്രാൻഡഡ് സാധനമാണ് ബീച്ചായ. എൻ്റെ സുഹൃത്തായ സുധാകരൻ മുത്തൻ്റെ മകനും കൂടിയാണ്. ഇവർ 3 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു പുതിയ ബ്രാൻഡിങ് സാധനമാണ് ബീച്ചായ. ഏതൊക്കെ ചായ ഉണ്ട്? മസാല, കട്ടൻ ചായ, ചോക്ലേറ്റ് എന്ന് വേണ്ട സകല സംഭവങ്ങൾ. ഭയങ്കര രസകരമായ യൂത്തിൻ്റെ ഒരു വൈബ് കിട്ടുന്ന ഒരു പാതയോരമാണിത്. അപ്പോൾ എനിക്ക് നീ നേരത്തെ പറഞ്ഞത് ചോക്ലേറ്റ് കട്ടൻ ചായയിൽ വേറെ എന്താ സാധനം? ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് കണ്ടുവെക്കും. അപ്പോൾ നമ്മുടെ ബീച്ചായുടെ ചോക്ലേറ്റ് മിൽക്ക് റെഡിയാണ്. ഒരു വെറൈറ്റി സാധനം. ഇത് നല്ല ചെറുപ്പക്കാർ നല്ല വൈബോടുകൂടി വെളിയിരിക്കും. വൈകുന്നേരം വന്നിരുന്ന് 2 വരി പാട്ട് പാടണം. അതും കാണാം. ഇതാ അങ്ങനെ തുടങ്ങാൻ പറഞ്ഞതിന് മുമ്പ് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നല്ല കൂട്ടുകാർ ഇവിടെ ഇരിക്കും. പേര് പറ. കിരൺ, അതുൽ, ജോയൻ, ഗോപിക, അബിത്, മെരിയ, ആൽഫിന. എല്ലാവരും എവിടെ പഠിക്കുന്നത്? യുമാനിസ് കോളേജിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, MG കോളേജിന് അതുപോലെ തന്നെ കിടപിടിക്കുന്ന മറ്റൊരു സംഭവമാണ് മാർവാലീസ് കോളേജ്. യുമാനിസ് കോളേജിലെ പ്രതിഭകളെ കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ ഇന്ന് സമയം കിട്ടൂല, അതുകൊണ്ടാണ്. അപ്പോൾ തുടങ്ങും. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തെ കേശവദാസപുരത്തെ വൈകുന്നേരത്തെ തട്ടുകടകളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ സുഹൃത്തു കൂടിയായ ഒരാളിൻ്റെ സ്ഥലമാണ് അപ്പച്ചൻസ് തട്ടുകട. അപ്പച്ചൻസ് ഇല്ലാത്ത വിഭവങ്ങളില്ല കേട്ടോ. അതാ ചിക്കൻ ഫ്രൈ, ചിക്കൻ ഹരിയാലി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. അത് ചിക്കൻ മസാല, ബീഫ് പെപ്പർ, കുരുമുളകിട്ട സാധനം, ബീഫ് മസാല, ബീഫ് ഫ്രൈ, പിന്നെ ബീഫ് ചില്ലി, അതുപോലെ തന്നെ ഇത് പോത്ത്. ഇതിനകത്ത് നല്ല ചൂടായിട്ട് മണ്ണടുപ്പൊരു ഇതാണ്. ഇതിനകത്ത് ഇങ്ങനെ ഗ്യാസ് കണക്ട് ചെയ്തിട്ട് അപ്പോൾ എപ്പോഴും ചൂടായിരിക്കും ചട്ടിയിലുള്ള. പിന്നെ അപ്പം, ഇടിയപ്പം, അരിപ്പത്തിരി, പൊറോട്ട, വീശപ്പം, പിന്നെ നല്ല ഇവിടെ തന്നെ ഇരുന്ന് ഗ്രില്ല് ചെയ്യുന്നതാണ്. നല്ല ഉഗ്രം, അതായത് ക്രിസ്പി ആയിട്ടുള്ള മസാല അല്ലാത്ത രീതിയിൽ ഗ്രില്ല് ചെയ്ത് വയ്ക്കുന്ന കോഴി. വരിക, ഇരിക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്ഥലം അറിയാമല്ലോ, കേശവസ്ഥലം ആ ഭാഗത്തുള്ള നമ്മുടെ അപ്പച്ചൻസ് തട്ടുകട ഭക്ഷണം ഒരു രക്ഷയില്ലാത്ത സാധനം. വൈകുന്നേരങ്ങളിങ്ങനെ വന്ന് കഴിക്കാറുണ്ട്. അതെ, നമ്മളിവിടെ ഒരു തട്ടുകട ഇടിയപ്പം, രസവട, പപ്പടം, ചിക്കന് ഇതെല്ലാം കൂടെ എടുത്ത് വൈകുന്നേരം ഇരുന്ന് 2 കൊള്ളും നുണയും പറഞ്ഞിരുന്ന് കഴിക്കാനുള്ള ഒരു ഭയങ്കര ടേസ്റ്റാണ്.
ഉറപ്പായിട്ട് ഇവിടെ തന്നെ വന്ന് നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്നത്. അതാണ് ഈ തിരുവനന്തപുരം മേഖലയിലുള്ള തട്ടുകടയിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. അമേരിക്കയിലാണ്, ഇവിടെ വന്നിട്ട് എന്തായാലും തട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാ സ്ഥലങ്ങളിലെ തട്ട് ഭക്ഷണങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര രസകരമായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി, നടക്കട്ടെ. സോറി. ആദർശ, നമസ്കാരം. ആദർശ നമ്മുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അൽഫാമും നമ്മുടെ ഒരു സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഞാനും കൈയിട്ടാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഹൈജീനിക് അല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചെയ്യും. നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് കേട്ടോ. ഇവിടെ അൽഫാം നല്ല രസമുള്ളൊരു സാധനം. കാര്യം തട്ടുകടകളിൽ അൽഫാം കിട്ടുന്നത് ഈ റോയില്ല. അപ്പോൾ ഒരു മസാല ടീ കൂടെ കിട്ടും കേട്ടോ അവിടെ. അയ്യോ അങ്ങനെ. അപ്പോൾ നമ്മളെ കേശവാസനത്തെ വൈകുന്നേരങ്ങളിലെ തട്ടുകടയിലേക്ക് വരുമ്പോൾ പേര് മറക്കല്ലേ, അപ്പച്ചൻസ്. ഇനി അടുത്ത തട്ടുകടയാണ് നമ്മളെ MS എന്ന് പറയുന്ന തട്ടുകട. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഇവിടുത്തെ പ്രത്യേകത ഒരു ചൂട് ദോശയുണ്ട് കേട്ടോ. ഇത് ചൂട് ദോശ തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ചൂട് ദോശ അല്ല കേട്ടോ, തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത ചൂട് ദോശ. അതിൽ ചമ്മന്തി, സാമ്പാർ, പിന്നെ നല്ല മുളക് ചമ്മന്തി. പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മാത്രം രസമുള്ളൊരു സാധനമുണ്ട്. എന്താണെന്നറിയാം, രസവട. പിന്നെ മേമ്പൊടിക്ക് നല്ല ഒരു പപ്പടം. ഇത്രയും സാധനം, നല്ല ചൂട് കട്ടൻ ചായ. നല്ല പുതിനയിലേക്ക് ഇട്ട സാധനം. ചമ്മന്തി, മുളക് ചമ്മന്തി. ചുമ്മാ എല്ലാ ആളുകൾ തട്ടുകടയുടെ ഫാനായി മാറണം. രസവട. അപ്പോൾ ഇനി അടുത്ത കട എന്ന് പറഞ്ഞാൽ അശ്വതി പ്രഭ തട്ടുകട. ഒരു കുടുംബക്കാരാണ് നടത്തുന്നത്, അമ്മയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണവ കിട്ടും രാത്രി. നല്ല ടേസ്റ്റാണ്. അപ്പവും കണവയും ഒന്ന് പിടിച്ചു നോക്കാം, നോക്കട്ടെ. അപ്പോൾ വാ, കണവ. ഈ കണവ എങ്ങനെയാണ് വയ്ക്കണമെന്ന് പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ. ഇത് എങ്ങനെ കണവ വയ്ക്കണം? കണവത്തോരൻ നല്ലപോലെ വേവിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വരട്ടി. ഉള്ളി ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ? ചെറിയ ഉള്ളി ഇട്ട് വരട്ടിയതിന് ശേഷം തേങ്ങ തിരുവി മസാല ഇട്ടെല്ലാം കൂടെ ചേർത്ത്. ചിക്കൻ തോരന് ഇതേ മസാലയില്ലേ അല്ലേ? പേരെന്താണ് അമ്മയെ? സതികുമാരി. എത്ര വയസ്സായി? 59 വയസ്സായി. 59 വയസ്സായി. എല്ലാ കുടുംബക്കാരും തന്നെ. മോൻ രണ്ടുപേരും. മോന് ആ കൊച്ച് ബെറോട്ട അടിക്കാൻ പറഞ്ഞു. കന്യാകുളങ്ങരയുള്ള വെമ്പായം കന്യാകുളങ്ങര. ആ, വീട് ഇവിടെ അല്ലേ? മുട്ടടയാണ് എൻ്റെ വീട്. മുട്ടട. ഈ കണവ എടുത്ത് കഴിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അത്രയും നല്ല രീതിയിൽ വച്ച് പരിചയമുള്ളവർക്ക് ഈ ടേസ്റ്റ് കിട്ടുള്ളൂ. വീട്ടിലമ്മ ഇത് വയ്ക്കും, അന്യായ രുചിയാണ് അതുപോലെ. അപ്പോൾ കേശവസ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് കഴിക്കാൻ പറ്റിയതാണ് ഈ അമ്മയുടെ തട്ടുകട. അപ്പവും കണവയും ഒരു രക്ഷയില്ല. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഷിബുവിൻ്റെ തട്ടുകടയാണ്. ഷിബുവിൻ്റെ തട്ടുകട ഒരുപാട് വിഭവങ്ങളുണ്ട്. ബീഫ്, താറാവ്,
ചിക്കൻ റോസ്റ്റ്, ചിക്കൻ തോരൻ, ബീഫ് ഫ്രൈ, ലിവർ പുരട്ട്. അപ്പോൾ ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മട്ടൻ എവിടെ? മട്ടൻ വില കൂടിയതുകൊണ്ട് അങ്ങേ അറ്റം മാറ്റി വെച്ചേക്കാണ്. അപ്പം ഉണ്ട്, അപ്പം. ഇതാ നല്ല പ്ലേറ്റിൽ വാഴയിലാണ് ഇവിടെ തരുന്നത് കേട്ടോ. അപ്പവും ഇവിടുത്തെ മട്ടൻ കറി, മട്ടൻ്റെ ഗ്രേവി നോക്കട്ടെ. കുറേ സാധനമുണ്ട്. ചിക്കൻ തോര ചൂട്, ചിക്കൻ തോര ഭയങ്കര ചൂട്. നോക്കിയാൽ ചിക്കൻ തോര. ഓ മറന്നുപോലെ ഷിബുവിൻ്റെ തട്ടുകട. ഓ അങ്ങനെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. തിരുവനന്തപുരത്തിൻ്റെ തട്ടുകടകളിൽ ഏറ്റവും അധികം പ്രസിദ്ധമായ ഒരു ഏരിയയാണ് നമ്മുടെ MG കോളേജിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഫുട്പാത്തിലെ കേശവദാസപുരം ആ സൈഡിലുള്ള തട്ടുകട. ഇങ്ങേയറ്റം ദോശ, സാമ്പാർ, രസവട മുതൽ അങ്ങേയറ്റം അൽഫാം, ലിവർ, എല്ലാ സംഭവങ്ങളും കിട്ടുന്ന സ്ഥലം. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളൊന്ന് വരിക, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ ഒരൊറ്റ ഇതിൽ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷാപ്പിലെ കറികൾ പാചകം ചെയ്യാൻ അറിയാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം. കാര്യം അവർക്ക് 1-2 വേക്കൻസികളുണ്ട്. അവർ താമസ സൗകര്യവും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഷാപ്പിലെ കറികൾ നന്നായി വയ്ക്കാൻ അറിയാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുക്കുകൾക്കും ഒരു സുവർണ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏത് നമ്പർ ബന്ധപ്പെടണമെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ താഴെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം, ഒരുപാട് പേര്.